ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും കുറച്ച് ദിവസമായല്ലോ, ഒത്തിരി മക്കൾ എന്നും കമൻസ് ഇടുന്നു. മക്കൾ വിചാരിക്കത്തില്ലയോ ഈ അമ്മ ഇതൊന്നും പറയുന്നില്ല, ഇതിൽ പേര് തരാത്ത ഒരുപാട് മക്കളുണ്ട്, എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. എങ്കിലും കുറച്ച് കമൻസ് ചെയ്ത മക്കൾക്ക് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെയാണ്, നല്ല നല്ല കമൻസുകളൊക്കെയാണ്. സന്തോഷമുണ്ട് മക്കളെ. എല്ലാവർക്കും അത്രമാത്രം സ്നേഹവും ഉണ്ട്. എല്ലാവർക്കും അമ്മയ്ക്ക് സുഖമാവണം, എന്തെല്ലാം പ്രാർത്ഥിക്കുന്നേ, എന്തൊക്കെയാ എടുത്തടുത്ത് പറയാൻ പറ്റത്തില്ല. ജാനകി, നിർമ്മല പവിത്രൻ, ജയ അനിൽ, വത്സല, എസ് യൂസർ, രുക്മിണി മോഹൻ, രാധ, സ്മിത, നിർമ്മല രമേഷ്, ദേവി, പ്രസന്ന. അതെന്നെ വിളിക്കും, ഇപ്പോഴും വിളിച്ചു. എനിക്ക് ഇതിൽ എടുക്കാൻ ആ സമയത്ത് ഞാൻ മറ്റെന്തോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ അന്നേരം എൻ്റെ ഇത് ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ മകൻ വന്ന് ചാർജ് ചെയ്തതിന് ശേഷം വിളിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അത് പറയുന്നു മക്കളെ. പ്രസന്ന സുഖമായിരിക്കണം. ശ്യാമള രാജേന്ദ്രൻ, വിജയ് ബിജു, ഗോകുൽ, സുജ ഹരിഹരൻ, ജഗദമ്മ, ശുഭകുമാരി, എൻ യൂസർ, ഗീതാ നായർ, ശ്രീല, ദീപ, ശ്രേയ, പിന്നെന്ത് താര, മനോജ്, ബിന്ദു പ്രദീപ്, വിഷ്ണുപ്രിയ, യൂസർ, അത് ഉഷ ഋഷികശാന്ത് തോന്നുന്നു, ഓമനയമ്മ. ഇപ്പോൾ കുറച്ചുകൊണ്ടേ പറയാത്തതുകൊണ്ട് അങ്ങ് ഈ യൂസർ എന്ന് പറയുന്നതൊക്കെ അങ്ങ് മറന്നു പോകുന്നു പേരുകൾ. യു ഇട്ടതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഉഷ ഋഷികൻ, കാരണം നേരത്തെ ഉള്ള കുട്ടിയാണ്. ഓമനയമ്മ, രവീന്ദ്രൻ, മഹേഷ്, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, മരീഷ്യൻ. അത് വീണ്ടും വീണ്ടും നമ്മൾ ദേഹത്തിൽ ജനിക്കണമെന്ന് അറിവുകൾ, ഇന്നത്തെക്കാൾ കൂടുതൽ അറിവ് നാളെ ഉണ്ടാക്കണം. അതിനാണ് വീണ്ടും വീണ്ടും നമ്മൾ ജനിക്കണം നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും കൊണ്ട്. അതിന് നല്ലൊരു കമൻസ് ഭഗവാൻ കർത്താവിൻ്റെ തിരുവായ്മൊഴിയാണ്. വീണ്ടും വീണ്ടും ജനിക്കണമെന്ന് കർത്താവാണ് ബൈബിളിൽ തന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ആ മകനോ മകളോ എനിക്കറിയില്ല, അത് നല്ലൊരു കമൻസ് അത് വന്നു. അത് ഞാൻ വായിച്ചു മനസ്സിലാക്കി. പിന്നെ വിലാസിനി വലിയ പറമ്പിൽ, അത് നല്ല നല്ല കമൻസുകളാണ് എല്ലാ മക്കളും തരുന്നത്. വ്ളോഗ് വിത്ത് രജു സഭ എന്ന് കിടക്കുന്നു, അതും. പിന്നെ സുനിൽ, മക്കളെ നീയായിട്ട് ഇത് ആരെയും കേൾപ്പിക്കണ്ട, ഈ കൊള്ളാത്ത കാര്യങ്ങൾ ആരോടും പറയണ്ട. എന്നോട് പറഞ്ഞത് എനിക്കറിയാൻ തന്നെ, എന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം ഇത് കൊള്ളില്ല എന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ കണ്ണൻ പറഞ്ഞക്കല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഒരക്ഷരമെങ്കിലും ഉള്ളതിന് ആർക്കെങ്കിലും നമുക്ക് ഒരു നേരത്തെ ആഹാരം രുചിയൊന്നും ഇല്ലെങ്കിലും വിശപ്പ് വരുമ്പോൾ അവർക്ക് അത് ഉള്ളപ്പോൾ കൊടുക്കാനാണ് ഞാൻ പഠിച്ചേക്കുന്നത്. അതങ്ങനെ ആയിരുന്നു പണ്ടേ. വലിയ വിഭവസമർത്ഥമായ ആഹാരമല്ല, അല്പം എന്തെങ്കിലേ ഉള്ളൂ. അത് ഒരാൾ വിശന്ന് വന്നാൽ അത് കൊടുക്കണം. അവിടെ പിന്നെ ഇന്നാരെന്നോ അത് വല്യമ്മമാരാണെന്നോ ഒന്നും നോക്കാറ്. നമ്മളൊരു വല്യമ്മയുടെ കയ്യിൽ നിന്ന് മതി എന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുത്തല്ലേ പറ്റൂ. അത്രയും ഞാൻ ചെയ്തുള്ളൂ. അതുകൊണ്ട് അത് കേൾക്കാൻ ഇഷ്ടമുള്ളത് കേൾക്കുക. അതുകൊണ്ട് മക്കളായിട്ട് ആരും അറിയിക്കേണ്ട. ഈശ്വരൻ വേണ്ടാത്തവർക്ക് അത് മറച്ചു പിടിക്കുകയും ചെയ്യും. ഭഗവാന് നല്ല കഴിവാണ്. കേൾക്കേണ്ടാത്തവരെ കേൾപ്പിക്കത്തില്ല, അത് ഈശ്വരൻ നോക്കിക്കൊള്ളും. പിന്നെ കേൾക്കേണ്ടവർക്ക് ഭഗവാൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ ഈശ്വരൻ. സ്നേഹവാനാണല്ലോ, കരുണാമയനാണല്ലോ. പിന്നെ സതി ബാബു, പുഷ്പവല്ലി, ശ്യാമള, സരോജിനി, വിജയപാർത്ഥൻ. ഇനിയും മക്കളുണ്ട്. അത് ഞാനിങ്ങനെ നീക്കി എഴുതിയതാണ് കുറച്ച് ദിവസത്തേക്കുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അവരിനിയും കമൻസ് ചെയ്യുമ്പോൾ ഞാനത് പറയാം. ഇപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഭഗവാന്റെ കൃപ എല്ലാവരിലും ഉണ്ടാകണം.
എൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ്. എല്ലാവർക്കും സ്നേഹം കൊടുക്കണം. സ്നേഹം എന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല. അത് ഭഗവാൻ അത്രമാത്രം കൃപാലുവും ഈശ്വരൻ സ്നേഹമാണ്. അത് സമുദ്രം പോലെ ഭഗവാന്റെ സ്നേഹം. അത് നമ്മൾ കുറേശ്ശെ ഭഗവാനിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുക. അപ്പം നമുക്ക് നിറഞ്ഞ് കവിയുമ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ കിട്ടും. നമുക്ക് നിറഞ്ഞ് കവിഞ്ഞില്ലേ നമ്മളെങ്ങനെ കൊടുക്കും? ഒരു ഉരുള ചോറ് കൊടുക്കണമെങ്കിൽ നമുക്ക് നിറഞ്ഞ് തൃപ്തിയായെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് എല്ലാം, സ്നേഹമായാലും കരുണയായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്രമാത്രം ആർജിച്ച് വെക്കുന്നു, അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞെങ്കിലേ ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂ. ഇല്ലാത്തൊരൊട്ടും കൊടുക്കാൻ പറ്റും. ഒരു നേരത്തെ ആഹാരം നമുക്ക് കൊടുക്കണമെങ്കിൽ ആ കൊടുക്കുന്നവന് ആദ്യം വയറ് നിറച്ച് കഴിയുമ്പോൾ ഇല്ലാതെ വരും. ഇല്ലേ പിന്നെ കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിറവുള്ളത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഭാഗവതം തന്നെ എന്താ പറയുക, ഈശ്വരൻ്റെ കഥ, ഭഗവാന്റെ കൃപ എല്ലാവരിലും വരുമ്പോൾ, അതായത് ഭാഗവത പാരായണം എല്ലാവരും വായിക്കണം, അത് ചൊല്ലണം, അത് നാണം കൂടാതെ വേണം. ഇന്നാർക്കേ ഇന്നത് ചെയ്യാവൂ എന്നില്ല മക്കളെ. എല്ലാവർക്കും നാണം മാത്രം ഒഴിച്ചാൽ മതി. എല്ലാവർക്കും ഇന്ന് എന്താ ലോകത്ത് വന്നേക്കുന്ന ഇതൊരു നാണം. ഇത് വായിച്ചാൽ ആർക്കെങ്കിലും കേൾക്കും, തെറ്റ് വന്നു പോകും, നാണക്കേടല്ലേ, കേൾക്കുന്ന നാണക്കേടല്ലേ. ഈ ലോകത്തുള്ള എല്ലാ അഴിമതികളും ചെയ്യുന്നതിന് ഒരു നാണക്കേടുമില്ല. ഭഗവാന്റെ കഥ പറയാനോ കേൾക്കാനോ അത് പ്രാർത്ഥിക്കാനോ അത് ചൊല്ലാനോ ഒക്കെ വരുമ്പോൾ ചിലർക്ക് നാണക്കേട്. ആ നാണക്കേടുള്ളവരുടെ വീട്ടിൽ എത്രമാത്രം ദുഷിച്ച രീതികൾ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ല. 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും 5 സ്വഭാവമായിരിക്കും. അത് ലോകർക്ക് കാണാനും കേൾക്കാനും കൊള്ളാതെ നാണക്കേട് ഉണ്ടാക്കി വയ്ക്കും. എന്നാൽ അതിനൊന്നും ഒരു നാണക്കേടുമില്ല. ഈശ്വര കഥ പറയാനോ കേൾക്കുമ്പോൾ അത് മാത്രം നാണക്കേടാണ് ഭഗവാന്റെ കഥയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കല്ല ഇത് പറഞ്ഞേക്കുന്നത്. ഇവിടെ എല്ലാത്തിനും ഔഷധമാണ്. ഈ ലോകത്ത് നിന്ന് കലികാലത്തിൽ എല്ലാവരും സിദ്ധ ഔഷധമാണ് ഈ ഭഗവത് പാരായണം. ശ്രീമദ് ഭഗവത് പാരായണം നമ്മൾ ചൊല്ലുകയും അത് കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നവർക്ക് ഭഗവാന്റെ കൃപയുണ്ടാകും. എന്ത് വരും പിന്നെ? എല്ലാത്തിൽ നിന്നും നമുക്ക് വിടുതൽ വരും. ഈ ലോക ചിന്തയാകുന്ന ദുരിതാബ്ധിയിൽ നിന്ന് കരകയറാനുള്ള ഒരു ഔഷധം, ഭഗവാന്റെ ആ ഒരു വള്ളം, സ്നേഹമാകുന്ന സംസാര സാഗരം കടക്കാനുള്ള ഒരു പോതം, ഒരു വള്ളമാണ് ഭഗവാന്റെ കൃപാകടാക്ഷം. ആ ഭഗവാന്റെ കൃപാകടാക്ഷം കിട്ടുന്നെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള വള്ളം നമ്മളിൽ വരണം. എന്നാലേ നമുക്ക് ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം വിട്ട് പരമാത്മാവിലേക്ക് ചേരാനും മോക്ഷത്തിലേക്ക് കിട്ടാനും ചെയ്യാനും പറ്റും. അവിടെ കിട്ടണമെങ്കിൽ ഈശ്വരൻ്റെ കൃപ തന്നെ വേണം. അതാണ് ഭഗവത് പാരായണങ്ങൾ ചെയ്യുമ്പോൾ ഭഗവത് കൃപ നമുക്കുണ്ടാകും. അപ്പോൾ സർവ്വ ദുരിതത്തിൽ നിന്നെല്ലാം കരകയറാൻ പറ്റും, മോക്ഷത്തിലേക്ക്. അല്ലെങ്കിൽ ഭഗവാൻ എല്ലാവർക്കും മോക്ഷവും മരണവും കൊടുക്കുന്ന ഈശ്വരൻ്റെ കയ്യിലുണ്ട്. ആർക്കാണ് മരണം ആവശ്യം അവർക്ക് മരണം കൊടുക്കും, മോക്ഷം ആർക്കാണ് ആവശ്യം അവർക്ക് മോക്ഷവും കൊടുക്കും. അതാണ് ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭാഗവത്തിൽ കിടക്കുന്നതാണ്, അല്ല എൻ്റെ സ്വന്തമല്ല. ഇവിടെ ഭഗവാൻ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. മോക്ഷവും വൃത്തിക്ഷയവും, അതായത് മരണവും എല്ലാം കൊടുക്കും. നമുക്കത് കുറച്ച് വായിക്കാം. പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരിലും ഉണ്ട് ഈ ഭക്തിയും സ്നേഹവും ഒക്കെ. ഭക്തി വന്നെങ്കിൽ മാത്രമേ ഹൃദയം വെടുപ്പാകുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നദിയിൽ അണ കെട്ടി നിർത്തിയാൽ ആ അണ ഭക്തിയാണെന്ന് കൂട്ടിക്കോ, അത് കെട്ടി നിർത്തിയേക്കുക. ആ വെള്ളം താഴേക്ക് ഒഴുകുന്നില്ല. ഈ താഴെ ഭാഗത്ത് അതാണ് എന്തുവെന്ന് കൊച്ചു കൊച്ചു കുണ്ടിടുക്കളും അവിടെ ഇവിടെ എല്ലാം കെട്ടിക്കിടന്ന് മലിനമായി വൃത്തികേടായി കിടക്കുന്ന ഒരു നദിയാണ്. താഴേക്ക് വെള്ളം ഒഴുകാത്തതുകൊണ്ട്, അത് ഭക്തിയാകുന്ന വെള്ളം ഒഴുകാത്തത് കൊണ്ട് അവിടെ അത്രമാത്രം മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുവാണ്. അഴുക്കും പിഴുക്കും എല്ലാമായിട്ട് കരിയിലും ചപ്പും ചവറും എല്ലാം കയറി കിടക്കുന്നു. ഈ അണ പൊട്ടി, അണയിൽ കൊള്ളാതെ വെള്ളം വന്ന് നിറയുമ്പോൾ അണ അങ്ങ് പൊട്ടുമ്പോൾ താഴേക്ക് അങ്ങ് ഒഴുകുമ്പോൾ ഇല്ലേ ചപ്പും ചവറും കെട്ടിക്കിടക്കുന്ന വെള്ളം എല്ലാം കഴുകി വൃത്തിയാക്കി വെടുപ്പാക്കി അങ്ങ് പോകും, അണ പൊട്ടി വെള്ളം ഒഴുകുമ്പോൾ. അതുപോലെയാണ് ഭക്തിയാകുന്ന അണ നമ്മളിൽ ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. അത് വീണ്ടും 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 ഭക്തി വർദ്ധിക്കുന്നവർ അവിടെ നിൽക്കാൻ പറ്റാതെ നടക്കുന്നത് പൊട്ടും. ആ ഭക്തി വർദ്ധിച്ചങ്ങ് പൊട്ടും. അണ പൊട്ടി ഒഴുകി വരുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ആ നദിയാകുന്ന ആ ഹൃദയത്തിന് അഴുക്കും പിഴുക്കും എല്ലാം ഒഴുകി അങ്ങ് പോകും. അതിന് ഈ ഭക്തിയാകുന്ന അണ പൊട്ടണം. അവിടെ കെട്ടി നിർത്തിയാൽ പോരാ, അത് ഭക്തി വർദ്ധിക്കുന്നതോറുമാണ് അവിടെ പൊട്ടും. ഭക്തി വർദ്ധിച്ചിടത്ത് അവിടെ ആ അണയ്ക്കവിടെ തങ്ങാൻ പറ്റാത്ത കണക്കാണ്. ആ വേലിയിൽ നിൽക്കത്തില്ല, അണയിൽ നിൽക്കത്തില്ല. അത് നിറഞ്ഞങ്ങ് പൊട്ടും. നിറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പൊട്ടാതിരിക്കുന്നത് എങ്ങനെയാണ്? അത് പൊട്ടി അങ്ങ് ഒഴുകുമ്പോൾ അഴുക്ക് പോകുന്നത് പോലെയാണ് നമ്മുടെ ഭക്തി വർദ്ധിക്കുക, ഹൃദയശുദ്ധി ഉണ്ടാക്കുക. ഹൃദയശുദ്ധി വരുമ്പോഴേ ഈശ്വരനിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റൂ. അവിടെയാണ് ഈശ്വരൻ ഭഗവാൻ കൃഷ്ണൻ പൂർണ്ണനായി
പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിന്നാൽ എങ്ങനെ ശോഭിക്കും, അതുപോലെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ശോഭിച്ച് നിൽക്കും. അപ്പോൾ ഭഗവാൻ പാരായണങ്ങളെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, അർത്ഥമൊക്കെ മനസ്സിലാക്കി തരും ഭഗവാൻ. ഒരു പരമഗുരുവിനെ കിട്ടിയില്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനാകുന്ന ഭഗവാന്റെ ഈ കഥകൾ കേട്ട് കേട്ട് വരുമ്പോൾ ഈശ്വരൻ തന്നെ ഉള്ളിൽ പ്രകാശിച്ച് നമുക്ക് വേണ്ടുന്ന അറിവിനെ തന്നിട്ട് നമ്മുടെ മാലിന്യങ്ങളെല്ലാം കഴുകി അങ്ങ് പോയിട്ട് ഹൃദയശുദ്ധിയാകുമ്പോൾ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പറ്റും. ഈശ്വരകൃപ അതിൽ ഒഴുകും, എല്ലാവർക്കും കൊടുക്കാനും പറ്റും. ഈശ്വരകൃപ വന്ന് നമുക്ക് നിറഞ്ഞ് കവിയുമ്പോൾ നമ്മൾ എവിടെ കൊടുക്കും? അത് ഒഴുകിക്കൊണ്ടേ ഇരിക്കും, നമ്മളിൽ നിന്നും ഇങ്ങനെ ഒഴുകും. അത് മറ്റുള്ള ഭക്തന്മാർക്ക്, അത് വേണ്ടുന്നവർക്ക് അത് ഉപയോഗിക്കാം. നമ്മൾ വെറുതെ വീട്ടിനകത്ത് മൂലരുന്ന് മതിയാക്കിയാൽ ഒക്കൂ. ഉള്ള ഒരക്ഷരമാണ്, അക്ഷരം ഈശ്വരനാണ്. ഈ ഒരക്ഷരത്തിനെ നമ്മൾ കൊടുക്കണം ഒരാൾക്ക്, മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. വേണ്ടുന്നവർക്ക്, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കണം. അപ്പോൾ നമ്മൾ വിശപ്പുള്ളവർക്ക് മാത്രം വേണ്ടിയാണ് ഇത്. ഇന്നാരെടുക്കണമെന്ന് ഞാനിത് പറയുന്നില്ല, ഇന്നാരിത് ചെയ്യണം, ഇന്നാരിത് കേൾക്കണമെന്ന് ഞാൻ പറയത്തേയില്ല. ഇത് ഈശ്വരനാണ്, ഈശ്വരൻ്റെ വചനമാണ്. എങ്ങനെയാ? ഭാഗവതം പരമാത്മാവാണ്. ആ വചനം ഒരക്ഷരമേ നമുക്ക് ഉള്ളൂ കൊടുക്കാൻ, അല്പമേ ഉള്ളൂ. അത് നമ്മൾ പങ്കിട്ട് കൊടുക്കണം. അത് ലൗകികമായ എന്ത് ഞാൻ അങ്ങനെ ആയിരുന്നു. എൻ്റെ നല്ല സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് എന്ത് ഞാനിവിടെ കൃഷി ചെയ്താലും എന്തുണ്ടെങ്കിലും ഞാനത് പങ്കിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരക്ഷരമേ എനിക്കറിയാം. എനിക്ക് LKG ഹരിശ്രീ ആയിട്ട് ഈ എന്നുള്ള സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരമൊക്കെ പഠിക്കുമല്ലോ, അത്രയേ എനിക്കുള്ളൂ. അക്ഷരങ്ങൾ 2 അക്ഷരം ചേർത്ത് വായിക്കാൻ പോലും എനിക്കറിയില്ല. ആ ഒരക്ഷരം ഞാൻ 2 അക്ഷരം ചേർക്കുമ്പോഴാണ് ഒരു വാക്കാകുന്നത്. അപ്പോൾ ആ ഒരു വാക്ക് നമുക്ക് കൊടുക്കുക, ഒരക്ഷരമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്, ഞാനിത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി എല്ലാ മക്കളും, പല മക്കളും പറയാം അത് മതിയമ്മേ, ഒരു സൗണ്ട് കേട്ടാൽ മതിയെന്ന് പറയുന്നതിൻ്റെ പേരിൽ അത് നമ്മൾ മനസ്സിലാക്കി ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഈശ്വരൻ നന്നായി കുടികൊള്ളും. ഈശ്വരൻ കുടികൊള്ളുമ്പോൾ എന്ത് വരും? നമുക്ക് ഈശ്വരന് അങ്ങ് ചേരുമ്പോഴാണല്ലോ ഭക്തി. ഭഗവാൻ എന്ത് ചിന്തിക്കുന്നത് നമ്മളും ചിന്തിക്കുന്ന തുല്യമാണ്. നമ്മൾ ചിന്തിക്കുന്നതാണ് ഭഗവാൻ ചിന്തിക്കുന്നത് മനസ്സിലാക്കണം. ഈശ്വരനോട് ചേരുമ്പോൾ അങ്ങനെയാണ്. അവിടെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട, അങ്ങോട്ടൊന്നും ചോദ്യമില്ല, അവിടെ പ്രവൃത്തിയാണ് പിന്നെ ഉള്ളത്. ഭഗവാനും ഭക്തനും ഒന്നാകുമ്പോൾ ഭഗവാനെ എന്ന് ചോദിക്കേണ്ട, നമ്മൾ എന്താണ് തീരുമാനിക്കുന്നത് അത് ഭഗവാന്റെ തീരുമാനമാണെന്ന് കാണുക. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അല്പം വായിക്കാം ഇനി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. വ്യാസനിർമ്മിതം കലികാലേ ഭക്താനാം പരിബോധന ഉപകാരമെന്നു കേട്ടിരിക്കുന്നു. വ്യാസം നിർമ്മിച്ചതാണ് ഈ ഭാഗവതം. ഇത് കലികാലത്തിൽ ഭക്താനാം പരിബോധന, ഇത് ഉപകാരമെന്ന് കേട്ടിരിക്കുന്നു. എല്ലാവർക്കും, ഭക്തന്മാർക്കെല്ലാം ഇത് ഉപകാരമാണെന്ന് മനസ്സിലാക്കുന്നു, കേട്ടിരിക്കുന്നു. എന്താണ് ഈ ശ്രീമൽ ഭാഗവതത്തിലെ ഈ ചരിത്രങ്ങൾ, ഭഗവാന്റെ കഥകൾ ഭക്തന്മാർക്ക് ഉപകാരമാണെന്ന് നമ്മൾ കേട്ടിരിക്കുന്നു. നാനാജാതിയും മേലിൽ അല്പബോധികൾക്ക് ആത്മജ്ഞാന സിദ്ധ്യർത്ഥം മനഃശുദ്ധി കാരണം ഇതം വേണമെന്നാകിൽ കേട്ടുകൊള്ളുവിൻ. ഇത് നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഇത് മനഃശുദ്ധി വേണമോ? ഇത് ജ്ഞാനമാണ്. ഇത് നാനാജാതിയും മേലിലോ അല്പബോധികൾ, അല്പമാത്രം ബോധികൾ, അറിവുള്ളവർ എന്നുവെച്ചാൽ അജ്ഞാനികൾ, മേലിൽ അല്പബോധികൾക്ക് അജ്ഞാനം, ആത്മജ്ഞാനം വേണം. അജ്ഞാനമൊക്കെ മാറണമെങ്കിൽ ഇതെന്ത് വരണം? ഇത് മനഃശുദ്ധി ഉണ്ടാകണം. അപ്പോൾ നാനാജാതിയും മേലിൽ അല്പബോധികൾക്ക് ആത്മജ്ഞാനം സിദ്ധിക്കണമെങ്കിൽ, ആത്മജ്ഞാനം സിദ്ധിച്ചാൽ അവർക്ക്, അറിവില്ലാത്തവർക്ക് അറിവുണ്ടാകണമെങ്കിൽ എന്ത് വേണം? മനഃശുദ്ധി കാരണം മനഃശുദ്ധി ഉണ്ടാകണം. ഇതം വേണമെന്നാകിൽ അത് കേട്ടുകൊള്ളുവിൻ. ഇത് നമ്മൾ മനഃശുദ്ധി ഉണ്ടാകണമെങ്കിലും നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഇത് വേണമെങ്കിൽ കേട്ടുകൊള്ളുക. അല്ലെങ്കിലും നാണം കൂടാതെ പറഞ്ഞിടുന്നേനാകും വണ്ണം. അത് കേൾക്കണ്ടെങ്കിൽ പോലും ഇവിടെ നാണം കൂടാതെ പറയുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നാണിക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ സൗണ്ട് കൊള്ളൂല, അല്ലെങ്കിൽ ഞാൻ വയസ്സായിപ്പോയി, മറ്റുള്ളവർ കേട്ടാൽ എന്ത് തോന്നും? ഭഗവാന്റെ കഥ കേട്ടാൽ നാണക്കേടല്ലേ പറഞ്ഞാൽ? അതൊക്കെ അങ്ങനെ തോന്നുന്നവർ ചെയ്തൂടെ പാപമാണ്. ഒരിക്കലും മനസ്സിന് സന്തോഷമില്ലാതെ ആരും ഉദ്ദണ്ണിച്ച് ഇത് കേൾക്കുകയും ചെയ്യരുത്. ഉദ്ദണ്ണിച്ചത് പറഞ്ഞും കൊടുത്തുകൂടാ. കാരണം അങ്ങനെ നമുക്ക് ആരും ഉദ്ദണ്ണിക്കാൻ പാടില്ല. നമ്മൾ അറിഞ്ഞ് തന്നെ ഇത് ഒരു വേണ്ടവർക്ക് കൊടുക്കണം. നമുക്ക് വിശന്ന് വരുന്നവർക്ക് ആഹാരം കൊടുക്കണമെന്ന് ഒരു വ്യക്തിക്ക് അയ്യോ അത് വിശന്ന് ദാഹിച്ചു വെള്ളം അവർ ചോദിക്കാതെ നമുക്ക് അറിയാം. പക്ഷെ കാണുമ്പോൾ ക്ഷീണം കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അയ്യോ ദാഹിക്കുന്നുണ്ടല്ലോ, വെള്ളം കൊടുക്കൂ, പെട്ടെന്ന് കുടിക്കൂ. അല്ലെങ്കിൽ അയ്യോ ക്ഷീണം തളരുന്നുണ്ടല്ലോ, പെട്ടെന്ന് അല്പം ആഹാരം എടുത്ത് കഴിക്കൂ. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക? അതുപോലെ എല്ലാത്തിനും ഉണ്ട് ദാഹം, ആത്മീയമായ ദാഹമുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. അതുകൊണ്ട്
വേണമെന്നാകൽ കേട്ടുകൊള്ളുവിൻ, അല്ലെങ്കിലും എനിക്ക് നാണം കൂടാതെ പറഞ്ഞിടുന്നതിനാകുമെണ്ണ. എന്നെ കൊണ്ട് ഒക്കുന്ന ഒരക്ഷരമേ ഉള്ളൂ, അതെനിക്ക് നാണമില്ല. ഇത് പറയാനും ഇത് വായിക്കാനും ഒന്നിനും എനിക്ക് നാണമില്ല. ശ്രീ വേദവ്യാസമുനി ശ്രീ ഭാഗവതം ചമച്ച് ആവർമോദേന നിജശിഷ്യനായി വിളങ്ങിന ശ്രീശുക മുനീന്ദ്രനെ സാദരം പഠിപ്പിച്ചത് ആശയം തെളിവതിനായി അനശനായ ഭൂപതി വിഷ്ണുരാധൻ തന്നെ കേൾപ്പിച്ച നേരം. അങ്ങനെ ശ്രീശുക മഹാമുനി ഇത് സന്തോഷത്തോടെ ആവർമോദൻ ഇത് കേട്ട് നിജ ശിഷ്യനാണ്, വേദവ്യാസ മഹാമുനിയുടെ ശിഷ്യനും മകനുമായ അദ്ദേഹം സന്തോഷത്തോടെ തെളിവാൻ അത്രമാ ആശയം ഇത് പഠിച്ച് തെളിവതിനായി അനശനായ ഭൂപതി. ആർക്കാണ് അനശനായത്? ഇത് ഭൂപതി ആരാ? പരീക്ഷിത് മഹാരാജാവ് ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന് കഴിക്കണം, ഈ ആഹാരം വേണം. അതുകൊണ്ട് അനശനായ ഭൂപതി വിഷ്ണുരാധ തന്നെ ഇത് കേൾപ്പിച്ച നേരം താപസൻ തന്നെ തൊഴുത് ഏകാന്തേ മഹീപതി. അങ്ങനെ ഈ മഹാമുനി എടുത്ത് ശ്രീ പരീക്ഷിത് മഹാരാജാവ് ഏകാന്തേ ഒറ്റയ്ക്ക് മഹീപതി വംശവിസ്താരം സൂര്യസോമയോരകക്കാമ്പിൽ സംശയം തീരുവണ്ണം കേട്ടതിന് അനന്തരം. സംശയം തീർത്തക്കോണം ഈ ഇതൊക്കെ ഈ പറഞ്ഞു കൊടുക്കുന്ന എല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സംശയം തീരുവണ്ണം കേൾക്കുന്നു. എന്നിട്ട് കംസാരി ചരിത്ര സംക്ഷേപത്തെ കേട്ട് ചൊന്നാൻ. കംസാരി എന്ന് പറഞ്ഞാൽ കംസൻ്റെ ശത്രു അരി, അതാരാ? കൃഷ്ണൻ. കംസാരി എന്ന് പറയുന്നത് കൃഷ്ണനെയാണ്, കൃഷ്ണൻ്റെ പേരാണ്. കംസൻ്റെ ശത്രു എന്നാണ് എൻ്റെ അർത്ഥം. കംസൻ്റെ ശത്രു കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ചരിത്രങ്ങൾ സംക്ഷേപത്തോട് കേട്ട് ചൊന്നാൻ, നന്നായിട്ടിത് കേട്ട് ചൊന്നാൻ. സംസാര വിനാശമാകിയ കഥാമൃതം, ഇത് സംസാരമെല്ലാം വിനാശം ചെയ്യുന്നതാണ്. ഈ ലോക ചിന്തയാകുന്ന ദുരിതങ്ങളും എല്ലാം മാറിക്കിട്ടും, അതാണ് വിനാശനം. സംസാര വിനാശനമാകിയ, അങ്ങനെ വിനാശം ചെയ്യുന്നതാണ് ഈ കഥ അമൃതം. അമൃതമാകുന്ന ഈ ഭഗവാന്റെ ഈ കഥ, ഈ ചരിത്രം ഈ ദുരിതങ്ങളെല്ലാം മാറ്റി മറിക്കും, നശിപ്പിച്ച് കളഞ്ഞിട്ട് വിസ്തരിച്ച് അരുളി ചെയ്തിടണം. എനിക്കുള്ളിൽ ചിത്തസന്ദേഹം തീർന്ന് മുക്തി വന്നിടും വണ്ണം, എനിക്ക് മുക്തി വരും വണ്ണം എൻ്റെ ചിത്തത്തിലേക്ക് അഴുക്കിനെ മാറ്റിക്കളയണം, അതിനെനിക്ക് വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് ആരോട് പറയുന്നു? മഹാമുനിയെടുത്ത് പരീക്ഷിത് മഹാരാജാവ് പറയുന്നു. മുഖ്യമാം യദുവംശത്തിങ്കിൽ വന്ന അഖിലേശൻ ഭക്തവത്സലൻ പരമാനന്ദനാഥോഷജൻ പുഷ്കരേഷണൻ അവതാരം ചെയ്ത അതുമൂലം തൽക്കുലത്തോടെ പരിശുദ്ധമായെന്നല്ലയോ. ഇങ്ങനെ ഭഗവാൻ അവിടെ യദുവംശത്തിൽ വന്ന് അവതരിച്ചതുകൊണ്ട് എൻ്റെ കുലം, അതായത് ഭഗവാൻ അവിടെ വന്നതുകൊണ്ട് എൻ്റെ കുലത്തോടെ അവിടെ പരിശുദ്ധമായി എന്നല്ലയോ. സ്വച്ഛമായി അരുൾ ചെയ്ത് അത് കേട്ടിതു പുനരിന്നും. അച്യുതൻ വസുദേവപുത്രനായ അവനിയിൽ കൃഷ്ണനായി അവതരിച്ചുള്ളൊരു വിലാസങ്ങളൊക്കവേ ജഗന്മനോമോഹന ചരിത്രങ്ങൾ കേൾക്കയിൽ അത്യാഗ്രഹം മേൽക്കുമേൽ അകക്കാമ്പിൽ. വായിക്കുന്നത് എനിക്കത് വിസ്തരാൽ ചൊല്ലിയിടണം. എനിക്കിപ്പോൾ അത്യാഗ്രഹം വരുന്നു. ഭഗവാന്റെ മോഹനമായിരിക്കുന്ന ഈ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അത്യാഗ്രഹം മേൽക്കുമേൽ വർദ്ധിക്കുന്നു, വായിക്കുന്നു, അതായത് വർദ്ധിക്കുന്നു. അതുകൊണ്ട് എനിക്കത് വിസ്തരാൽ എനിക്ക് പറഞ്ഞു തരണം മഹാമുനി എന്നിവിടെ ആര് പറയുന്നു? പരീക്ഷിത്ത്. നമ്മൾ അതുപോലെയാണല്ലോ, പല മക്കളും അതുപോലെ. എനിക്ക് ഇനിയും മുടക്കല്ലേ അമ്മേ, എനിക്ക് രണ്ടുപേരെങ്കിലും കേൾക്കണം എന്ന് പറയുന്നത് എന്താ? എൻ്റെ ഭംഗി കണ്ടിട്ടാണോ? എൻ്റെ നാദം ചൊവ്വനായതുകൊണ്ടാണോ? എൻ്റെ സൗണ്ടിന് രുചിയുള്ളതുകൊണ്ടാണോ? ഭഗവാനുള്ള ഭക്തി കൊണ്ടല്ലേ പറയുന്നത്. ഉള്ളത് അത് ഇങ്ങനെയാ. എവിടെങ്കിലും ഒരു ഭഗവാന്റെ കഥ കേൾക്കുമെങ്കിൽ അവിടെ ഓടിയെത്തും ഭക്തന്മാരങ്ങനെ. പക്ഷേ ചിലപ്പോൾ അങ്ങനെ എത്തുന്നത് അപകടവും സാധിക്കും. അതായത് യഥാർത്ഥത്തെ വളച്ചൊടിച്ച് ചെയ്യുന്ന കള്ളസന്യാസികളൊക്കെ ഉണ്ട് പലയിടത്തും. അവിടെ ചെന്ന് വെച്ചാൽ അത്ര ദാഹത്തിൽ കിടക്കുന്ന മക്കൾ എന്ത് ചെയ്യോ എന്ന് അവിടേക്ക് അങ്ങ് പോകാം. അങ്ങനെ പോയിക്കൂടാ. അങ്ങനെ പോയാൽ നമുക്ക് അപകടം ഉണ്ടാവും. സന്യാസിമാരുടെ വേഷം കെട്ടി വന്നിട്ട് ഭഗവാന്റെ കഥയാൻ പറഞ്ഞുകൊണ്ടിരിക്കും, പണങ്ങളും എല്ലാം തട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ട് അറിഞ്ഞിട്ട് വേണം എല്ലായിടവും ചെന്ന് ഒട്ടാൻ. അതുകൊണ്ട് ഇവിടെ പിന്നെ ഒട്ടിയിട്ടൊരു കാര്യമില്ല. കാരണം ഇവിടെ ആരും തങ്ങളിൽ കാണുന്നില്ലല്ലോ. നമ്മൾ ഭഗവാന്റെ കഥ പറയുന്നു, അത് യൂട്യൂബിൽ കൂടെ കേൾക്കുന്നതല്ലാതെ ആരുമായിട്ട് ഒരു സംഘമില്ലല്ലോ, തങ്ങളിൽ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ അപകടമൊന്നും വരത്തില്ല മക്കളെ, അതുകൊണ്ട് ഭയക്കണ്ട. അങ്ങനെ വായിക്കുന്നത് എനിക്കത് വിസ്തരാൽ ചൊല്ലിയിടണം. സാക്ഷാൽ അന്വഹം മെനക്കെടാതെ പല നാളുണ്ട് ആക്കമോടേവം ജഗന്നായക ചരിത്രങ്ങൾ കേൾക്കുന്നു. വിരാഗം വന്നില്ലല്ലേ, ഞാനിത് മെനക്കെടാതെ പല നാൾ ഞാനിങ്ങനെ കേൾക്കുന്നു, എന്നിട്ടൊന്നും എനിക്ക് എന്ത് കിട്ടുന്നില്ല, യഥാർത്ഥം വരുന്നില്ല, എനിക്ക് വിരാഗം വരുന്നില്ല, വൈരാഗ്യം ഉണ്ടാകുന്നില്ല. എന്താ ഈ വൈരാഗ്യം? ഈ ലോക ചിന്തയിൽ നിന്ന് വിട്ടുമാറാൻ സംഘം,
അത് വിട്ടുമാറാൻ പറ്റുന്നില്ലല്ലോ. ഇത്രമാത്രം ഞാൻ കേൾക്കുന്നു, ദിനംപ്രതി പലതും ഇങ്ങനെ കേൾക്കുന്നു ഭഗവത് ചരിത്രങ്ങൾ, എന്നാൽ എനിക്ക് വിരാഗം വരുന്നില്ലല്ലോ. മഹാമുനിയുടെ അടുത്ത് പറയുന്നു, എനിക്ക് വിരാഗം, എനിക്ക് ഈ ലോക ചിന്തയിൽ നിന്ന് എനിക്ക് മക്കളെ, ധനമേ, പിന്നെ രാജാവാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എന്നിൽ നിന്ന് മാറുന്നില്ലല്ലോ. എനിക്ക് എപ്പോഴും എൻ്റേതെന്നുള്ള മമത വിട്ടുമാറുന്നില്ലല്ലോ. അതിൽ നിന്ന് എനിക്ക് വൈരാഗ്യം വരുന്നില്ലല്ലോ വിട്ടുമാറാൻ. അതുകൊണ്ട് ആക്കമോടേവം ജഗന്നായക ചരിത്രങ്ങൾ കേൾക്കുന്നു, വിരാഗം വന്നില്ലല്ലേ. എന്നിട്ട് ഞാൻ കേട്ടിട്ടും എനിക്ക് വിരാഗം വരുന്നില്ലല്ലോ. പുനരിതം കേൾക്ക അല്ലല്ലേ ഭവാനില്ല എനിക്കേതും തൃപ്തി. അതുകൊണ്ട് എനിക്ക് എത്രത്തോളം കേട്ടോ എനിക്ക് തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് രാപ്പകൽ ഒഴിയാതെ കേവലം മൽ പ്രാണാന്തം താല്പര്യാനന്ദപൂർണം. എനിക്ക് എൻ്റെ ജീവൻ ഉള്ളിടത്തോളം, മൽ പ്രാണാന്തം എൻ്റെ പ്രാണൻ ഉള്ളിടത്തോളം കാലം രാപ്പകൽ ഒഴിയാതെ എനിക്ക് കേൾക്കണം. രായും പകലും ഇത് കേൾക്കണം. എന്നാലും എനിക്ക് അത്യാഗ്രഹം വരുന്നു, കേൾക്കും തോറും കേൾക്കണമെന്ന് തോന്നുന്നു. രാപ്പകൽ ഒഴിയാതെ കേവലം മൽ പ്രാണാന്തം താല്പര്യാനന്ദപൂർണം. ഉത്തമ ശ്ലോകൻ തൻ്റെ കീർത്തനം കേട്ടാൽ ഒരുവർക്കും അങ്ങ് ഒരിക്കലും ധാത്രയിൽ മതി വരിക എന്നുള്ളതില്ലല്ലോ. ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് താല്പര്യം വർദ്ധിച്ച് വരുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഉത്തമ ശ്ലോകൻ്റെ ആനന്ദമായിരിക്കുന്ന ഭഗവാൻ ആരാണ്? ആനന്ദൻ, സ്നേഹം, ഇതൊക്കെ ഈശ്വരനാണ്. അങ്ങനെ താല്പര്യം ആനന്ദപൂർണ്ണം, ഉത്തമ ശ്ലോകം തന്നെ. എനിക്ക് അത്രമാത്രം ആനന്ദമുണ്ട് ഇത് കേൾക്കാൻ. കേട്ടാട്ടും മതിയാകുന്നില്ല, താല്പര്യം വർദ്ധിക്കുന്നു, ആനന്ദം വർദ്ധിക്കുന്നു, എനിക്ക് കേട്ടത് പോരാ. അങ്ങനെയുള്ള ഭഗവാന്റെ കീർത്തനം കേട്ടാൽ ഒരുവർക്കും അങ്ങ് ഒരിക്കലും ഈ ഭൂമിയിൽ ധാത്രിയിൽ മതി വരിക എന്നുള്ളതില്ല, ഒരിക്കലും മതി വരത്തില്ല. യഥാർത്ഥമായ ഭഗവാനുള്ള സ്നേഹവും ഭക്തിയെല്ലാം വർദ്ധിക്കുന്ന ഒരു മനുഷ്യർക്ക് ഒരിക്കലും ഇത് മതി വരത്തില്ല. എൻ്റെ മരണം വരെ പ്രാണാന്തം, നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ആയുസ് നിൽക്കുന്നത് വരെ നമുക്കത് കേൾക്കണം. രാക്ഷസന്മാർക്കും ശോഭജന്മാർക്കും ഭഗവാന്റെ ദാക്ഷിണ്യോദന്തം കേൾപ്പാൻ ആഗ്രഹം ഇല്ലായിരുന്നു. രാക്ഷസന്മാരായിട്ട് നമ്മുടെ ഭൂമിയിൽ മനുഷ്യർ പലവിധമാണ്. ഇവിടെ രാക്ഷസ സ്വഭാവമുള്ളവരും അതായത് കാട്ടാള സ്വഭാവമുള്ളവരൊക്കെ ഉണ്ട്. അവർക്കത് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അതായത് രാക്ഷസന്മാർക്കും ശോഭജന്മാർക്ക്, കാട്ടാളന്മാർക്കും ഭഗവാൻ കൃഷ്ണൻ്റെ ഈ അവതാര കഥകൾ നമുക്ക് എങ്ങനെ തൃപ്തി ഭക്തന്മാർക്കുണ്ട്, എന്നാൽ രാക്ഷസന്മാരായിട്ടുള്ളവർക്ക് ഇത് കേൾക്കാൻ ദാക്ഷിണ്യോദന്തം, ഭഗവാന്റെ ഈ വാർത്ത, ഈ ചരിത്രം കേൾക്കാൻ ആഗ്രഹമില്ല. മറ്റുള്ള ഭക്തന്മാർക്ക് ദുഷ്കൃത മഹാവ്യാധി തെറ്റെന്ന് വടുവറ്റ് പോവതിന് എളുതായ സിദ്ധിതം സിദ്ധൌഷധം എത്രയും മനോരമ്യം പ്രഥിതം മോക്ഷപ്രദം അജ്ഞാന വിനാശനം. അതായത് രാക്ഷസന്മാർക്കും കാട്ടാളന്മാർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല. എന്നാലോ മറ്റുള്ള ഈ ഭക്തന്മാർക്കാണെങ്കിലോ ഈ ദുഷ്കൃത മഹാവ്യാധി, ദുഷ്കൃതങ്ങളും ദുരിതങ്ങളും മഹാവ്യാധി ആദി ഇതൊക്കെ തെറ്റെന്ന് പെട്ടെന്ന് തന്നെ വടുവറ്റ് പോവതിനും, എത്രമാത്രം ദുരിതങ്ങളായി കടന്നാലും ഒരു ഭക്തൻ്റെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം വടിച്ച് നീക്കിക്കളയും. ഈ ദുഷ്കൃതങ്ങളും മഹാപാപങ്ങളെല്ലാം നീക്കി അതായത് വെടുപ്പാക്കിയിട്ട് സിദ്ധൌഷധം, ഇത് അതിനുള്ള ഔഷധമാണ്, വെടുപ്പാക്കാനുള്ള ഔഷധമാണ്. അത് മനോരമ്യമാണ്. അത് മനസ്സിന് ശാന്തി സമാധാനവും കിട്ടുമ്പോൾ എന്തുവരും? പരമാത്മാവായിട്ട് രമിക്കാം, മനോരമ്യമാകുന്നു. അത്രമത് രമിക്കുന്നതാണ് ഈ ഔഷധം. ഈ ഔഷധം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്തോറും ചെല്ലുന്തോറും ഭക്തിയാകുന്ന അത് വർദ്ധിച്ചിട്ട് നമ്മുടെ മനസ്സിന് ആനന്ദം ഉണ്ടാക്കും. അതാണ് മനോരമ്യമാക്കുന്നത്, ആനന്ദപ്രദമായിരിക്കും. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നതാണ് ആനന്ദം, ഈശ്വരൻ ആനന്ദമാകുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകും? ആനന്ദം ഉണ്ടാകും. ഈ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനാണെന്ന് മനസ്സിലാക്കണം. ആനന്ദം അനുഭവിക്കുന്നെങ്കിൽ ഭഗവാൻ ഉള്ളിലുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ആനന്ദം ഈശ്വരനാണ്. സ്നേഹം വർദ്ധിക്കുന്നു. എന്താ സ്നേഹം? സ്നേഹവും പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ, ഒരു ഭക്തൻ്റെ ഉള്ളിൽ സ്നേഹം, എല്ലാവരോടും സ്നേഹം നമ്മുടെ ഉള്ളം നിറച്ച് കഴിഞ്ഞെങ്കിലേ ഒരാൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റൂ. ആനന്ദവും അതുപോലെ നമുക്കെല്ലാം തൃപ്തികരമായിട്ട് അധികം ഉണ്ടെങ്കിൽ മാത്രമേ അതും മറ്റുള്ളവർക്ക് ആനന്ദം നിർവൃത്തി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭക്തൻ്റെ ഉള്ളിൽ ആനന്ദം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ കേട്ടത് പോരാ എന്നും പറഞ്ഞ് വീണ്ടും കേട്ടും ഭക്തി വർദ്ധിച്ചും നദിയിൽ അണ കെട്ടി നിർത്തിയേക്കുന്ന അണയിൽ നിന്ന് എങ്ങനെയാണ് അണ പൊട്ടി ഒഴുകി മറ്റെല്ലാം ശുദ്ധമാക്കുന്നത്? ആ താഴേക്കുള്ള അഴുക്കളെല്ലാം പോകുന്ന ഒഴുകി അതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന ആ അണ ഭക്തി വർദ്ധിച്ചങ്ങ് പൊട്ടും. സ്നേഹം ഇതൊക്കെ അങ്ങ് പൊട്ടുമ്പോൾ മറ്റുള്ളവർക്കും സ്നേഹം കൊടുക്കാൻ പറ്റും, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ പറ്റും, എല്ലാവരോടും ഒന്നായി കണ്ട് എല്ലാവരിലും ഭക്തി നിറയ്ക്കാൻ പറ്റും. എല്ലാ ജീവജാലങ്ങളും നാം തന്നെയാണെന്ന് കാണാൻ പറ്റും. പരമാത്മാവാണ് സർവ്വത്തിലും നമുക്ക് കാണാം. ഈശ്വരൻ സ്നേഹവും ആനന്ദവും
കരുണയും എല്ലാമാണ്. ദുഃഖിക്കുന്നവർക്ക് കരുണ ചൊരിയാൻ പറ്റും. ഇതൊക്കെ എന്താ നമ്മൾ ആർജിച്ചെടുക്കുമ്പോഴാണ്. ഇത് ഭഗവത് കഥ, ഭഗവാന്റെ ഈ കൃഷ്ണ കഥ, ഈ ചരിത്രം കേട്ടും പറഞ്ഞും ചൊല്ലിയും മറ്റുള്ളവർക്ക് കൊടുത്തും ദാനം ചെയ്തും ഇങ്ങനെയെല്ലാം ആകുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു മൂലയിലോ മുടുക്കിലോ ഇരുന്ന് ആർക്കെങ്കിലും കൊടുക്കണോ? വേണ്ട, നമുക്ക് തന്നെ സ്വന്തം കാര്യം സിന്താബാ, നമുക്ക് തന്നെ നിറയാം. നമ്മൾ നിറഞ്ഞില്ലല്ലോ, നിറയാതെ നമ്മളിങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മളൊരു മൂലയിൽ നിന്നിങ്ങനെ ചൊല്ലിയും കരഞ്ഞും പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. എന്താ പറ്റും? എനിക്ക് തികയുന്നില്ല, പിന്നെ എങ്ങനെ ആരൊക്കെ കൊടുക്കുന്നത്? നമ്മൾക്ക് തികഞ്ഞ് നിറഞ്ഞ് അധികം വന്നെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അത് മരണം വരെ നമുക്ക് കൊടുക്കണം. നമ്മളപ്പോൾ നമ്മുടെ ശരീരം നല്ലതാണോ, നമ്മുടെ നാദം നല്ലതാണോ, ഇത് നമ്മൾ ചിന്തിക്കത്തില്ല. ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള താല്പര്യം നമുക്ക് തോന്നും. അപ്പോൾ എൻ്റെ മുഖം നന്നായിരിക്കുന്നോ? കഷ്ടം. അല്ല, അത് മാത്രമല്ല, എൻ്റെ സൗണ്ടിന് വ്യത്യാസമുണ്ടോ? എന്നാലും വേണ്ട, നാണക്കേടല്ലേ. അവിടെ നാണം ഉണ്ടാകത്തില്ല. ഒരു കുഞ്ഞായിരിക്കും, ഒരു പൊടി കുഞ്ഞിനെ പോലെ ആയിരിക്കും നമ്മൾ. അതാണ് ഭഗവാൻ ഇഷ്ടം. ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ദേഹത്തെ അല്ല, ദേഹാഭിമാനം കളയൂ. അതാണ് അപമാനം. ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഇരിക്കുന്നവർക്ക് ഒരിക്കലും നന്നാവത്തില്ല. അവർക്ക് ദ്വന്ദ്വം, രണ്ടെന്നുള്ള ചിന്ത, ഞാനെന്ന് നീ എന്നുള്ള ചിന്ത, എൻ്റെ എന്നുള്ള മമത, അവിടെ ഒരിക്കലും ഭഗവാന്റെ കൃപ വരത്തില്ല. അവർക്ക് തോന്നും, ഈ കിളവി ഇങ്ങനെ എന്തിനാ പറയുന്നത്, ഇവർക്ക് അകത്താണം കയറി ഇരുന്നൂടെ, ഇനി അത് വായിച്ചോണ്ട് ഇരുന്നൂടെ, ഇവരിതിനെ ഇങ്ങനെ പുറമേ എല്ലാവർക്കും കൊടുക്കുന്നത് കേൾക്കാനും കാണാനും കൊള്ളില്ലല്ലോ എന്നെന്താ തോന്നിക്കുന്നത്? പൊടി കുഞ്ഞാവാത്തോണ്ടാ. പൊടി കുഞ്ഞുങ്ങൾക്ക് ഏത് വല്യമ്മമാരെയും സ്നേഹിക്കും അവർ. പൊടിക്കുഞ്ഞ് നിഷ്കളങ്കനാ. ആ കുഞ്ഞിനെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. അതായത് അതിൻ്റെ ഉള്ളിൽ നന്മയെന്നും തിന്മയെന്നില്ല എല്ലാം സമമായി കാണുന്ന ഒരു കുഞ്ഞ്. അതുപോലെ നമ്മളും ആകണം. നമുക്ക് നന്മ തിന്മ എല്ലാം ഒന്നുപോലെ കാണണം. ആരെ കണ്ടാലും അതിൽ പരമാത്മാവാന്ന് കാണുമ്പോൾ നമ്മളവിടെ ശരീരത്തിനെ മുടി നരച്ചെന്നോ അവർക്ക് ജരാനര വന്നെന്നോ അവരുടെ സൗണ്ട് കൊള്ളില്ല, അവരുടെ പല്ല് പൊഴിഞ്ഞു പോയി കാണാൻ കൊള്ളില്ല എന്നൊന്നും ഒരു പൊടിക്കുഞ്ഞിന് തോന്നത്തില്ല. നമ്മുടെ ഹൃദയവും അതുപോലെ ഒരു കുഞ്ഞിനെ പോലെ ആകണം. അങ്ങനെ ആകുമ്പോഴാണ് ഭഗവാന്റെ കൃപ ആ വ്യക്തിയിലേക്ക് ഒഴുകുന്നത്. അങ്ങനെ ഒഴുകുമ്പോൾ ആ വല്യമ്മയിൽ കൂടെ ഒരാൾക്ക് കൊടുക്കാൻ കിട്ടുമെങ്കിൽ അത് അല്പം നമ്മൾ പിടിച്ചു വെച്ചുകൂടാ, അത് കൊടുക്കണം. നമ്മൾ മൂലയിൽ മുടുക്കിലിരുന്നതല്ല, അത് വിളക്ക് കത്തിച്ച് കർത്താവിൻ്റെ ആദർശമാണേ, അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. കർത്താവ് പറഞ്ഞേക്കെന്താ? വിളക്ക് കത്തിച്ച് കട്ടിൽ കീഴിലല്ല വെക്കേണ്ടത്, അത് തണ്ടിന്മേൽ അത്രേ. എന്തിനാ? മറ്റുള്ളവർ കൂടെ പ്രകാശം കിട്ടാൻ. ഒരു വിളക്ക് എങ്ങനെ ഇരിക്കണം? ഒരു മുറിയിൽ എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്ക് പ്രകാശം കാണണ്ടേ? അത് പറയിന് കീഴിലോ കട്ടിലിൻ്റെ കീഴിലോ വെച്ചാൽ എല്ലാവരും ആ പ്രകാശം കാണുമോ? അപ്പോൾ പ്രകാശം എല്ലാവരും അറിയണ്ടേ, കാണണ്ടേ, കേൾക്കണ്ടേ? ഇവിടെ പ്രകാശമുള്ള മുറിയാണെന്ന് അത് മൂലയിലും മുടുക്കിലും ഒളിച്ചും പാത്തിരുന്നാൽ അത് കിട്ടുമോ? നമുക്ക് ഒരക്ഷരമേ ഉള്ളെങ്കിൽ ആ പ്രകാശത്തെ മറ്റുള്ള മക്കളിലേക്ക് എത്തിക്കാൻ കൊടുക്കണം. അതാണ് കർത്താവിൻ്റെ ആദർശം. അതുകൊണ്ട് കർത്താവിൻ്റെ ആദർശം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ദേഹത്തെ ഞാൻ നോക്കാത്തതും എൻ്റെ അസുഖത്തെ ഞാൻ നോക്കാത്തതും എൻ്റെ നന്മ തിന്മയെ ഞാൻ നോക്കുന്നില്ല, എൻ്റെ ശരീരം കൊള്ളാമോ എന്ന് ഞാൻ നോക്കുന്നില്ല, എൻ്റെ സൗണ്ടിൻ്റെ വ്യത്യാസമൊന്നും നോക്കുന്നില്ല. ആവശ്യക്കാരനുണ്ടോ, ആവശ്യക്കാർക്ക് കൊടുക്കാനാണ് എനിക്കിഷ്ടം. അതാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. ഒരക്ഷരമേ ഉള്ളൂ, അറിവില്ല, പക്ഷേ അത് ഉള്ളതിനെ കൊടുക്കണം, അത് ഭംഗിയായി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഒരക്ഷരത്തിനെ ഞാൻ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല, പക്ഷേ എനിക്ക് കൊടുക്കാൻ ആഗ്രഹമാണ്. അതുകൊണ്ട് എൻ്റെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരക്ഷരം നീ കൊടുത്തോളൂ എന്ന് പറഞ്ഞില്ലേ ഞാൻ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടിവിടെ സിദ്ധിതം സിദ്ധ ഔഷധം എത്രയും മനോരമ്യം വൃദ്ധിതം മോക്ഷപ്രദം അജ്ഞാന വിനാശനം. ഇത് അജ്ഞാനത്തിനെ നശിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ഈ കഥ, ഈ ചരിത്രം, ഭഗവാന്റെ നാമങ്ങൾ. ഇത് പാടുകയും അത് കേൾക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും ഇത് കേൾപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് കേൾക്കുന്നവർക്കും പുണ്യം, പറഞ്ഞു കൊടുക്കുന്നവർക്കും പുണ്യം, എല്ലാം സമം പോലെയാണ്. അതുകൊണ്ടിവിടെ പറയുന്നു അത് വൃദ്ധിതം മോക്ഷപ്രദമാണ്. ഇത് മരിക്കുന്നവർക്ക് മരണത്തിലേക്ക് കൊണ്ടുപോകും ഭഗവാൻ. എനിക്ക് മരിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഭഗവാൻ മരണത്തിലേക്ക് കൊണ്ടുപോകും. അതല്ലാതെ എനിക്ക് മോക്ഷത്തിനാണ് ആഗ്രഹിച്ച ഭഗവാൻ മോക്ഷത്തിലേക്ക്. ഇതെല്ലാം ഭഗവാന്റെ കയ്യിലുണ്ട്. ഭഗവാൻ ഒന്നും കൊണ്ടല്ല, രാത്രിയും പകലും കൊണ്ടാണ് വന്നേക്കുന്നത്. മരണവും മോക്ഷവും ഉണ്ട് ഭഗവാന്റെ കയ്യിൽ. ആർക്ക് എന്താണ് ആവശ്യം അതോടെ കൊടുക്കും. മരണമാണോ? തല്ലിപ്പുള്ളിയായിട്ട് നടന്നോ, ഈശ്വരനെ അറിയണ്ട, ഈ ലോക ചിന്തയാമൻ നടന്നോ, ഒന്നിനും വിരാഗം വരണ്ട, വൈരാഗ്യം വരണ്ട, അവർക്ക് മരണം കിട്ടും. വേണ്ടതുണ്ടല്ലേ, മോശം വേണ്ടതുണ്ടല്ലേ? വേണമോ? ഇതിനെല്ലാം വിരമിച്ച് വൈരാഗ്യം വന്നിട്ട് ഈശ്വരനെ പിടിക്കൂ. ഈശ്വരകൃപ എങ്ങനെയാണ് കിട്ടുന്നത്? ഭഗവത് പാരായണങ്ങളിൽ കൂടെ അത് വായിച്ച് അത് കേട്ടും ഭക്തന്മാരിൽ കൂടെ അതെല്ലാവരിൽ കൂടെ അറിഞ്ഞും കേട്ടും ഭഗവാനെ അത്രമാത്രം മുഴുകി ആത്മാവിൽ നിറഞ്ഞ് ആനന്ദം അനുഭവിച്ച് എല്ലാ ദുരിതങ്ങളും അഴുക്കളെല്ലാം ഉള്ളിൽ നിന്ന് പോകും. മമത എല്ലാം പോകും. എൻ്റെ എന്നുള്ള മമത പോയി ഏകാത്മാവായ പരമാത്മാവിനെ ഏകമായി ഒന്നായി കാണുക, സർവത്തിനെ ഏകമായി കാണുക, എല്ലാ ജീവജാലങ്ങളും നാം തന്നെയാണെന്ന് കാണുക. നാം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്.
ഞാനെന്ന ആ ഈശ്വരൻ എല്ലാത്തിലുമാണ് എന്ന് കാണുമ്പോൾ നമുക്ക് ആരെയും തരംതിരിക്കാനോ ഒന്നിനെയും വേറാക്കി നിർത്താനോ ഒന്നും പറ്റത്തില്ല. സർവ്വത്തിലും പരമാത്മാവാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു. അങ്ങനെ നമ്മളെ തന്നെ കാണുക. അപ്പം ഞാനല്ലാതെ ഒന്നിനെയും ഇവിടെ കാണാൻ പറ്റത്തില്ല. സർവ്വത്തിലും ഞാനാന്ന് പറഞ്ഞാൽ ഒന്നിനെ വേർതിരിക്കാൻ പറ്റുമോ? തത്വമസി ആവത്തില്ലേ? അതുകൊണ്ട് ഇവിടെ അങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും നമസ്കാരം. തോനെ വായിക്കാൻ പറ്റിയ സമയം പോയി. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. ചിലപ്പോൾ ഇങ്ങനെ പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ. അതുകൊണ്ട് സമയം പോണെന്ന് അറിയത്തില്ല മക്കളെ. എല്ലാവർക്കും സമാധാനവും ശാന്തി ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.